Hey, hello, welcome back to our YouTube channel Vlogs by Sara. കുറേ കുട്ടികൾ ചോദിച്ച കാര്യമാണ് എന്നാണ് PNC-MACന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, എത്രയാണ് കട്ട് ഓഫ് പെർസെൻറ്റേജ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ഫോർ ദ CBSE സ്റ്റുഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PNC-MACന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 3 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PNC-MAC ഗവൺമെൻറ് അപ്രൂവലിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈ വരുന്ന ഓഗസ്റ്റ് 3 അവർ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നത്. പക്ഷെ അവർ ഡേറ്റ് 31 ജൂലൈ വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഡേറ്റ് ചിലപ്പം എക്സ്റ്റെൻഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ മാക്സിമം ഈ ഒരു എന്തായാലും മിക്കവാറും നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ PNC-MAC ഗവൺമെൻറ് അപ്രൂവലിന് വെയിറ്റിംഗ് ആണ്. വൺസ് ഗവൺമെൻറ്റിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി അപ്ഡേറ്റിംഗ് ഇൻ അവർ വെബ്സൈറ്റ്. അതിനുശേഷം കുറേ കുട്ടികൾ ചോദിച്ച കാര്യമാണ് എത്രയാണ് കട്ട് ഓഫ് മാർക്ക് പറഞ്ഞിട്ടുള്ളത്. PNC-MAC ഒരു പ്രോപ്പറായിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ പ്രാവശ്യം കുട്ടികളുടെ എണ്ണം ഇച്ചിരി കൂടുതലായിരിക്കാം. മേ ബി ലാസ്റ്റ് ഇയറോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കാം. നീറ്റ് റദ്ദാക്കിയോണ്ട്, നീറ്റ് ഭയങ്കര ടഫ് ആയതുകൊണ്ട് അപ്പം അതിനകത്ത് വളരെ കുറച്ച് പേർ ഈ ഒരു സ്ട്രീമിലേക്ക് ചിലപ്പം ചൂസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു കറക്റ്റ് കട്ട് ഓഫ് മാർക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എത്രമാത്രം അന്ന് സീറ്റ് ഫില്ലാവുന്നേ അത്രയും അവിടെ വരെ ആയിരിക്കും കട്ട് ഓഫ് മാർക്ക് പറയുന്നതുള്ളൂ. PNC-MACലെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ആണ് 2025-26 വർഷത്തെ. അന്ന് CBSE സ്റ്റുഡൻസിന് 5% ഓഫ് എക്സ്ട്രാ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് 2024 ആയപ്പോൾ അവർക്ക് 10% ഓഫ് വെയിറ്റേജ് ആണ് CBSE സ്റ്റുഡൻസിന് കൊടുത്തത്. ആൻഡ് ടോട്ടൽ മാർക്സ് പറയുന്നത് 460 CBSE സ്റ്റുഡൻസിന് ആണ് പറയുന്ന അടുത്ത് എന്ന് പറയുമ്പോൾ അവർ 4 സബ്ജക്ട്സ് ടോട്ടൽ ചെയ്യുമ്പോൾ അവർക്ക് 400, ദറ്റ് ഈസ് പെർ ഈച്ച് സബ്ജക്ട് മാക്സിമം മാർക്സ് ചെയ്യുമ്പോൾ 100 ആണ്. അപ്പോൾ 4 സബ്ജക്ട്സ് ആകുമ്പോൾ അവർക്ക് 400 വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ 460 നമ്മളത് കൺവേർട്ട് ചെയ്യുക. 400 നിന്നുള്ള നമ്മൾ 460 നമ്മൾ കൺവേർട്ട് ചെയ്താണ് നമ്മൾ ഈ ഒരു ടോട്ടൽ CBSE സ്റ്റുഡൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, CBSE സ്റ്റുഡൻസ് അവരുടെ ടോട്ടൽ മാർക്സ് 4 സബ്ജക്ട്സിൻ്റെ ടോട്ടൽ മാർക്സ് 400 പക്ഷെ നമുക്ക് PNC-MACലെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 460 പറയാം. അപ്പോൾ നമ്മൾ 400 നിന്ന് 460 നമ്മൾ കൺവേർട്ട് ചെയ്താണ് നമ്മുടെ ടോട്ടൽ മാർക്സ് CBSE സ്റ്റുഡൻസ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ഇയർ ഇവിടെ നമുക്ക് 460 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, 450 ടോട്ടൽ കിട്ടിയ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടിച്ച് വിടുമ്പോഴത്തേക്ക് ഇവിടെ 445 അങ്ങനെ നമുക്ക്. ആൻഡ് ലാസ്റ്റ് ഇയർ കുട്ടികൾ 400 ടോട്ടൽ മാർക്സ് അവർ 400 ഒക്കെ താഴോട്ടുള്ള കുട്ടികൾക്ക് വരെ ലാസ്റ്റ് ഇയർ അലോട്ട്മെൻറ്റുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആൻഡ് ലാസ്റ്റ് ഇയറിലെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ഗൂഗിളിൽ PNC-MAC റാങ്ക് ലിസ്റ്റ് ഫോർ 2025-26 നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് ഇയർ 400 താഴെയുള്ള കുട്ടികൾക്ക് വരെ അലോട്ട്മെൻറ്റിനകത്ത് പേര് വന്നത്. ഇനിയും കുറേ ഇത് 135th പേജാണ്, 137 അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് ടോട്ടൽ മാർക്ക് കാൽക്കുലേഷൻ ഫോർ ദ CBSE സ്റ്റുഡൻസ്. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ഫോർ എക്സാമ്പിൾ ഇത് വളരെ സാമ്പിൾ മാത്രമാണ്. ഒരു കുട്ടി കെമിസ്ട്രിക്ക് 91, ഇംഗ്ലീഷിന് 90, ഫിസിക്സിന് 90, ബയോയ്ക്ക് 89 സ്കോർ ചെയ്തു. എങ്ങനെയാണ് നമ്മൾ 460 നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? ഓക്കെ, മാക്സിമം മാർക്സ് പെർ ഈച്ച് സബ്ജക്ട് ഇസ് 100. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ കണ്ടതിന് ശേഷം അതിൻ്റെ 5% എടുക്കുക. ഈ കുട്ടിക്ക് 5% എടുത്തപ്പോൾ 18 കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി ഉള്ള മാർക്സ് പ്ലസ് 18 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് 378 കിട്ടും. അതിൻ്റെ പെർസെൻറ്റേജ് ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 400 ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ ഓവറോൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 94.5 ആണ്. ഇത് നമ്മൾ 460 കൺവേർട്ട് ചെയ്യാനായിട്ട് അതിനെ മൾട്ടിപ്ലൈ ബൈ 460 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന ടോട്ടൽ മാർക്സ് ആണ് 434.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ആ കുട്ടിയുടെ PNC-MACലെ ടോട്ടൽ മാർക്ക്. അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും ആ കുട്ടിക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എനിക്കറിയാം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇൻ കേസ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ഈ ഒരു വീഡിയോ ഫലപ്രദമാവും ഞാൻ വിചാരിക്കുന്നു. പുതിയ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് പ്ലീസ് ടു സബ്സ്ക്രൈബ് ഓൺ അവർ ചാനൽ വ്ലോഗ്സ് ബൈ സാറ. താങ്ക് യു.